നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ തല്ലാൻ വരുന്നവരെ എല്ലാം നീ തിരിച്ചു തല്ലുവോ? എന്റെ ഭർത്താവോ അതുപോലെ എന്നെ തല്ലാൻ അധികാരമുള്ളവരോ ആണെങ്കിൽ ഞാൻ നിന്ന് തല്ലുകൊള്ളും. മറിച്ച് ഭൈരവനെ പോലെയോ പ്രതാപൻ സാറിനെ പോലെയുള്ളവരോ ആണെങ്കിൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും. അതിലൊരു സംശയവും വേണ്ട. എടീ, നീ ഈ വീട്ടിലെ വലിയ ആരോ ആണെന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് ആ രാധികയും ഗാർഗയും കൂടി ഒപ്പിടിച്ച വെള്ള പേപ്പർ കാണിച്ച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നയാ. എടീ, ആ പേപ്പർ 8ആയി കീറി കുപ്പത്തൊട്ടിയിലിട്ട അതോടെ തീരും നിന്റെ ഗർവ്. മനസ്സിലായോടി? എടി പോടി എന്നൊക്കെയുള്ള വിളി സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മതി. എന്റെ പേര് പാർവതി എന്നാ. ഇനി മുതൽ വിളിക്കേണ്ടത് അങ്ങനെയാണ്. സാറിന് മനസ്സിലായോ? മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി അധികാരത്തിന്റെ കാര്യം. ഈ വീട്ടിൽ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ കടലാസ് 8ആയിട്ട് കയറിയാ നിങ്ങൾക്ക് അധികാരം കിട്ടുമെങ്കിൽ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടത് ചെയ്തില്ല? കേട്ടില്ലേ ചേച്ചി? ഇവള് ചോദ്യം ചെയ്യുന്ന കേട്ടില്ലേ? തന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു പേരുണ്ടെന്ന്. അതേ വിളിക്കാവൂന്ന്. കാര്യം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേ? ജീവിതാവസാനം വരെ പാർവതി പ്രതികരിക്കില്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചത്? മറുപടി പറയാൻ അറിയാമായിരുന്നിട്ടും പാർവതി മിണ്ടാതിരിക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, മര്യാദ കൊണ്ടാ. ഇനി മുതലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് മര്യാദയോടെ പെരുമാറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വെറുതെ പാർവതിയുടെ വായിലിരിക്കുന്നത് കയ്യും കെട്ടി നിന്ന് കേൾക്കേണ്ടി വരും. ഇവിടെ പാർവതി പറയുമ്പോ നീ എന്തിനാ ചാടി വീഴുന്നേ? ഞാൻ കരുതിയിരുന്നതേ അങ്കിളിന് കുറച്ച് വകതിരിവ് ഉണ്ടായിരിക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായി, വകതിരിവ് മാത്രമല്ല തിരിച്ചറിവ് പോലും ഇല്ലാന്ന്. മിസ്റ്റർ പ്രതാപനങ്ങളെ, അവളെ എന്റെ ഭാര്യയാണ്. ശ്രീമതി പാർവതി വിശാൽ. ഓഹോ, അപ്പൊ 1 മാസത്തിനുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടക്കുന്ന അവളുടെ അച്ഛന് വാക്ക് കൊടുത്തതോ? അത് മറന്നുപോയോ വിശാൽ സാറേ? അതെ, കല്യാണം നടന്നിരിക്കുന്ന ജാസ്മിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ വിശാൽ? അതും നീ മറന്നുപോയോ? മറന്നിട്ടില്ലമ്മേ, ഒന്നും മറന്നിട്ടില്ല. മറന്നുപോയത് ഓർത്തെടുക്കാൻ കഴിഞ്ഞ പിന്നീട് ഒരിക്കലും അത് മറക്കേയില്ല. വിശാൽ അങ്ങനെ ഒന്നും എളുപ്പത്തിൽ മറക്കുന്ന ആളല്ലെന്ന് അമ്മയ്ക്കറിയൂന്ന് എനിക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.